ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മങ്കുട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ ലൈംഗിക വൈകൃതങ്ങൾ അറിഞ്ഞിട്ടും കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ രാഹുൽ മങ്കുട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. പീഡനത്തിനിരയായ അതിജീവിതയിൽ നിന്ന് പരാതി സ്വീകരിച്ച് നടപടിയെടുത്തെങ്കിലും രാഹുൽ മങ്കുട്ടത്തിനെതിരായ പരാതികളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് ഇതാദ്യമാണ്. പീഡന പരാതികൾ നേരിടുന്ന രാഹുലിനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചുവെന്ന വാദത്തെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു. ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളിലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണ് ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ, ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. അതിജീവിതയുടെ പരാതി ലഭിച്ചിട്ടും രാഹുൽ മങ്കുട്ടത്തിന്റെ അറസ്റ്റ് വൈകുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെക്കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിന്റെ പേരിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ സംഘടിത വിമർശനങ്ങളെ മുഖ്യമന്ത്രി പരിഹസിച്ചു തള്ളി. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവർ നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിജീവിതയുടെ പരാതി വന്ന് 9 ദിവസമായിട്ടും രാഹുൽ മങ്കുട്ടത്തിൽ MLA ഇപ്പോഴും ഒളിവിലാണ്. 24 തിരുവനന്തപുരം. അതേസമയം ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മങ്കുട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്നും പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും ഹർജിയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ജാമ്യ ഹർജിയുടെ പകർപ്പ് 24 ലഭിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും സെഷൻസ് കോടതി തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു ഇടക്കാല ആവശ്യമെന്ന നിലയിൽ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ടോ? ഇത് അടിയന്തരമായി പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? വിജയകുമാർ, ഒരു പക്ഷേ നാളെ ആയിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ 16 സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ് രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രയറായിട്ട് 16 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്നുള്ളതാണ്. ഈ പരാതിക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ്. ഈ അന്വേഷണത്തിലടക്കം രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ ഇടപെടലും വലുതായിട്ടുണ്ട്. തനിക്കെതിരെ നടക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയാണെന്ന് രാഹുൽ പറയുന്നു. ഈ പരാതിക്കാരി തനിക്കെതിരെ തിരിയാനുള്ള കാര്യം ഒരു ഓഡിയോ ക്ലിപ്പ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് താനാണെന്ന് തെറ്റിദ്ധരിച്ച പരാതിക്കാരി തനിക്കെതിരെ തിരഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് നിലനിൽക്കില്ല. അന്വേഷണ സംഘം തെറ്റായ രീതിയിൽ കാര്യങ്ങൾ തെറ്റായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഭ്രൂണഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല. അത് നിലനിൽക്കില്ല എന്ന് അല്ലെങ്കിൽ അത് കോടതി ധരിപ്പിക്കാനുള്ള തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് രാജീവ് മുഖേന രാഹുൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായും ഒരു നോട്ട് ടു അറസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് പരിഗണിച്ച ഘട്ടത്തിൽ മാത്രമേ ഒരു നോട്ട് ടു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലുള്ളൂ. ഓപ്പൺ കോർട്ടിൽ മെൻഷൻ ചെയ്യുമെന്നാണ് ഇന്ന് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഇന്ന് ടുഡേ മൂവ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനായി പരിഗണിക്കാതെ നേരിട്ട് അഭിഭാഷകൻ എത്തി ഇതൊരു പരിഗണിക്കണമെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയല്ല, ഇത് ഓൺലൈനായി തന്നെ ഫയൽ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാഹുലിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാഹുൽ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. സെഷൻസ് കോടതിയിൽ അത്ര പ്രതീക്ഷ രാഹുലിന് ഉണ്ടായിരുന്നില്ല. നേരിട്ട് ഹൈക്കോടതിയിൽ വരാതിരിക്കാനുള്ള കാര്യവും അത് തന്നെയാണ്. ഹൈക്കോടതിയിൽ ഒരുപക്ഷെ നേരിട്ട് വന്നാൽ ഈ ജാമ്യ ഹർജിയെങ്കിലും തള്ളിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവും. പിന്നീട് ജാമ്യ ഹർജിക്കായി സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ഒരു ശ്രമമെന്ന രീതിയിൽ ജാമ്യ ഹർജി നൽകിയത്. പക്ഷേ അത് അവിടെ തള്ളി. ആ കാര്യമടക്കം ഈ ജാമ്യ ഹർജിയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതി ഇതിന്റെ പൂർണ്ണ മെറിറ്റിലേക്കൊക്കെ പോകുമോ എന്നുള്ളതും ഒരു ചോദ്യമായി നിൽക്കുന്നത് ഹൈക്കോടതിയാണ്. സാധാരണഗതിയിൽ ആന്റിസിപ്പേറ്ററി ഫയൽ ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ പൂർണ്ണ തോതിൽ ഒരു മെറിറ്റിലേക്ക് പോകണമെങ്കിൽ അതങ്ങനെ അപൂർവ കേസുകളിലൊക്കെ മാത്രമാണ്. അല്ലെങ്കിൽ സാധാരണ ഇതിന്റെ പെറ്റീഷൻ വായിക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി പോകാറില്ല. ഇതൊരു അപൂർവ കേസായി പരിഗണിച്ചുകൊണ്ട് പെറ്റീഷൻ ഒരു വാദപ്രതിവാദത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളതും ഹൈക്കോടതിയുടെ വിവേചനാധികാരമാണ്. ജസ്റ്റിസ് കെ ബാബുവാണ് രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുക. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുലിന് വേണ്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. രാഹുൽ വലിയ പ്രതീക്ഷയിലാണ്. ഇത്തരത്തിൽ
മുൻപ് സമാനമായ കേസുകളിലൊക്കെ പലയിടങ്ങളിലും പല ആളുകൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു നോട്ട് അറസ്റ്റെങ്കിലും ലഭിക്കുമെന്നാണ് ജാമ്യം രാഹുൽ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, എന്തായാലും വളരെ വിശദമായി സെഷൻസ് കോടതി കേട്ട് വിധി പറഞ്ഞതാണ്. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് നിലനിൽക്കുമെന്നതായിരുന്നു സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞത്. തന്നെയുമല്ല, പ്രതി ഒരു MLA ആണ്. ജാമ്യം നൽകിയാൽ, മുൻകൂർ ജാമ്യം നൽകിയാൽ, ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാം, കേസ് അന്വേഷണത്തിൽ ഇടപെടൽ ഉണ്ടാകാനുള്ള അത്തരം ആശങ്കകൾ ഒക്കെ, ഈ മൊഴിയൊക്കെ നൽകാൻ പോകുന്നതേ ഉള്ളൂ സാക്ഷികളൊക്കെ, അപ്പോൾ അവരെയൊക്കെ സ്വാധീനിച്ചേക്കാമെന്നൊരു ആശങ്ക പ്രോസിക്യൂഷൻ പങ്കുവച്ചത് അതും മുഖവിലക്കെടുത്തുകൊണ്ടായിരുന്നു സെഷൻസ് കോടതി അത് തള്ളിയത്. ഹൈക്കോടതി എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുക എന്നത് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അത് പരിഗണിക്കുന്ന ഘട്ടത്തിലേ നമുക്ക് ഏതെങ്കിലും നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9ാം ദിവസവും ഒളിവിൽ തന്നെ. കർണാടക ഉൾപ്പെടെ സംസ്ഥാനത്തിനു പുറത്തും തെരച്ചിൽ ഊർജിതമാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഇപ്പോഴും കാണാമറയത്ത് തന്നെ തുടരുകയാണ് രാഹുൽ. കാസർഗോഡ് കർണാടക അതിർത്തി മേഖലയിൽ രാഹുലിന്റെ ടവർ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തിയിരുന്നു. കീഴടങ്ങും മുൻപ് രാഹുലിനെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെല്ലാം പോലീസ് നിരീക്ഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ രാഹുലിന്റെ സഹായിയെയും ഡ്രൈവറെയും SIT കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഇവരെ പാലക്കാട്ടെത്തിച്ച് തെളിവെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടെ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാൻ ദൃശ്യം മാതൃകയിൽ മൊബൈൽ ഫോൺ കൈമാറിയതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. നേതൃത്വമാകെ തള്ളിപ്പറഞ്ഞെങ്കിലും പതിവ് പോലെ രാഹുലിന്റെ പാലക്കാട്ടെ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. SITയുടെ കൺവെട്ടത്തുണ്ടെന്ന് പറയുമ്പോഴും കാണാമറയത്താണ് രാഹുൽ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ കോടതികളിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ അന്വേഷണ ചുമതല G. പൂങ്കുഴലി IPS-ന്. പ്രത്യേക അന്വേഷണ സംഘം പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിയിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കും. 23-കാരിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് G. പൂങ്കുഴലി IPS-ന് അന്വേഷണ ചുമതല. KPCC DGPക്ക് കൈമാറിയ പരാതിയാണിത്. പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. മൊഴി നൽകാമെന്ന പെൺകുട്ടി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ കൂടി സൗകര്യം കണക്കിലെടുത്താവും മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ കേസ് അന്വേഷിക്കാൻ G. പൂങ്കുഴലി IPS-ന് കീഴിൽ പ്രത്യേക ടീമിനെയും രൂപീകരിച്ചിട്ടുണ്ട്. അതിജീവിതയുടെ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഡിസംബർ 8-ന് പരിഗണിക്കും. വിശദമായ വാദം കേൾക്കുന്നതിനാണ് കേസ് ഡിസംബർ 8-ലേക്ക് മാറ്റിയത്. ഇതേ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷമാകും പരിഗണിക്കുക. 24 തിരുവനന്തപുരം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനായി തമിഴ്നാട് കർണാടക അതിർത്തികളിൽ കർശന പരിശോധനയുമായി പോലീസ്. വയനാട്ടിലെ മുത്തങ്ങ, ബാവലി, തോൽപ്പെട്ടി, താളൂർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ മേഖലയിൽ എവിടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതായി എന്തെങ്കിലും സൂചനകളുണ്ടോ അന്വേഷണ സംഘത്തിന്? ഇയാൾ ഈ പോലീസിനെ കബളിപ്പിക്കാൻ മൊബൈൽ ഫോണുകൾ മാറി നൽകുകയും ഒക്കെ ചെയ്യുന്നുവെന്ന വിവരങ്ങളുണ്ട്. കീഴടങ്ങാൻ പോകുന്നുവെന്ന സന്ദേശം, വ്യാജ പ്രചരണം നടത്തുക, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക, ഇത്തരം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുങ്ങി നടക്കുന്ന MLA അവിടെ എവിടെയെങ്കിലും പൊങ്ങിയെന്ന സൂചനകളുണ്ടോ? എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ കർശന പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അല്പം കൂടി ജാഗ്രതയോടുകൂടിയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അത് ഒരു ചെക്ക് പോസ്റ്റിൽ മാത്രമല്ല, വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന വിവിധ ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് വാഹനങ്ങളടക്കം മറ്റ് ചരക്ക് വാഹനങ്ങളടക്കം കയറി പരിശോധിക്കുന്നുണ്ട് പോലീസ് സംഘം. അത് മുത്തങ്ങയിൽ, ബാവലിയിൽ, ഒപ്പം തോൽപ്പെട്ടിയിൽ, താളൂരിൽ അടക്കം, ചേരമ്പാടിയിലേക്ക് അടക്കം പോകുന്ന തമിഴ്നാടിന്റെ വഴികളിലടക്കം കർശനമായ രീതിയിലുള്ള പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടം കർണാടകയിലാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നേരത്തെ ഈ വയനാട്ടിലെ ഏതെങ്കിലും കോടതികളിൽ കീഴടങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം പലയിടത്തും നിലയുറപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം വയനാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത, അത് ആ ഘട്ടത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന കർശനമാക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചപ്പോൾ വളരെ വലിയ രീതിയിൽ വിപുലമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ.
മുത്തങ്ങ, ബാവലി, തോൽപ്പെട്ടി, താളൂർ ഉൾപ്പെടെ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം. നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും കോടതി അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ചത് വൻ തോക്കുകളുടെ ആശീർവാദത്തോടെയെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കേവലം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയല്ല നടന്നത്. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് വ്യക്തമാക്കി. നിലവിലെ അന്വേഷണത്തിൽ സിംഗിൾ ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. ഹൈക്കോടതിയുടെ പരാമർശം ഗുരുതരമെന്നും സ്വർണം കട്ടവരെ CPIM സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. തെറ്റ് ചെയ്ത ആരെയും CPIM സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ആവർത്തിച്ചു. CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യവുമാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് വിശദീകരണം തേടി. അടുത്ത വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B അശോകാണ് കോടതിയെ സമീപിച്ചത്. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് നിയമം അയോഗ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. അശോകിന്റെ പരാതിയെക്കുറിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രി അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ നിയമപ്രകാരം നിയമിതനായ കെ ജയകുമാറിനെ നിയമത്തിലെ 7(3) വകുപ്പ് പ്രകാരം അയോഗ്യനാക്കണമെന്നാണ് ഹർജിയിലൂടെ B അശോക് ഉന്നയിക്കുന്ന ആവശ്യം. പ്രസ്തുത വകുപ്പനുസരിച്ച് സർക്കാർ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ട്. നിലവിൽ ING ഡയറക്ടറായ കെ ജയകുമാർ ആ ചുമതല വിടാതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജിയോട് പ്രതികരിച്ച കെ ജയകുമാർ IMG ഡയറക്ടർ പദവി വഹിക്കുന്ന വിവരം സ്ഥിരീകരിച്ചു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർക്കാർ നിയമനത്തിനെതിരെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B അശോക് ഹർജി നൽകിയതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. ജയകുമാറിനെ പോലൊരാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. B അശോകിന്റെ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു. ജനുവരി 15 ഹാജരാകണമെന്നാണ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. ഇപ്പോൾ B അശോക് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് സർക്കാർ മറുപടി അനുസരിച്ച്, അതായത് കോടതിയിൽ സർക്കാർ കൊടുക്കുന്ന മറുപടി അനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കെ ജയകുമാറിന്റെ പ്രതികരണത്തിൽ നിന്ന് എൻ്റെ ഹർജിയുടെ സ്വഭാവം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല എന്ന് അശോക് പറയുന്നു. ഹർജി നൽകാൻ നിയമപരമായി തടസ്സമൊന്നുമില്ല എന്നാണ് B അശോകിന്റെ പ്രതികരണം. ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഈ പറയുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 950-ന്റെ 4-11 വകുപ്പുകൾ ഉപയോഗിച്ചാണ് മെമ്പർ പ്രസിഡന്റുമായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ ഞാൻ പരിശോധിച്ചപ്പോൾ അത് 7-ാം വകുപ്പ് പ്രകാരം അയോഗ്യതയുള്ള ഒരാളിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആക്റ്റിൽ തന്നെ കേരള അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അയോഗ്യനായ ഒരാളിനെ നിയമിച്ചാൽ 8-ാം വകുപ്പ് അനുസരിച്ച് ഏതൊരു ഹിന്ദുവിനും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അത് ചോദ്യം ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. 4-ാം തീയതി അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിട്ടായിരുന്നു 15-ാം തീയതി ചുമതല എടുക്കേണ്ടത്. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. IMGയിൽ അദ്ദേഹത്തെ തുടർന്ന് ആര് വരുമെന്നുള്ളത് അദ്ദേഹമല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. അതിൽ അദ്ദേഹത്തിന് എന്ത് ചുമതലയാണുള്ളത്? ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം, കളർ മങ്ങാത്ത വൃത്തി.
ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്യ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 84,872 പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് ഉച്ചവരെ 50,000-ലധികം ഭക്തർ സന്നിധാനത്തെത്തി. തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ കൂടുതൽ ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നുണ്ട്. പമ്പ വഴി എത്തുന്ന ഭക്തർക്ക് നിലയ്ക്കലും പുല്ലുമേട് വഴി എത്തുന്ന ഭക്തർക്ക് വണ്ടിപ്പെരിയാറിലുമാണ് തത്സമയ ബുക്കിംഗിന് സൗകര്യം. സന്നിധാനത്ത് ഉച്ചഭക്ഷണമായി കേരള സദ്യ വിളമ്പുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. ശബരിമലയിൽ സുരക്ഷ വിലയിരുത്താൻ കേന്ദ്ര സുരക്ഷാ സേനയുടെ പ്രത്യേക സംഘം നാളെ എത്തുമെന്ന് സ്പെഷ്യൽ ഓഫീസർ ആർ ശ്രീകുമാർ പറഞ്ഞു. യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന കമ്പനി. രാജ്യവ്യാപകമായി 600-ലധികം സർവീസുകളാണ് ഇന്ന് തടസ്സപ്പെട്ടത്. വിഷയം കൈകാര്യം ചെയ്തതിൽ ഇൻഡിഗോയെ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചു. ഫെബ്രുവരിയോടുകൂടി മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തൂ എന്നാണ് ഇൻഡിഗോ അധികൃതരുടെ വിശദീകരണം. തുടർച്ചയായ 3-ാം ദിവസവും ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കിയതോടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ വിമാനത്താവളങ്ങളിൽ കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. കമ്പനി അധികൃതർ ബദൽ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയില്ലെന്നാരോപിച്ച് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ പ്രതിഷേധിച്ചു. ഗുവാഹത്തി വിമാനത്താവളത്തിൽ രോഗികൾ ഉൾപ്പെടെ 40ഓളം മലയാളികൾ കുടുങ്ങി. 4-ാം തീയതി വെളുപ്പിന് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് റീഷെഡ്യൂളായി, വൈകുന്നേരം 6 മണിക്കെന്ന് പറഞ്ഞു. ഇനിയും കൺഫേം ആയിട്ടില്ല ഫ്ലൈറ്റ് പോകുന്ന കാര്യം, അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന കാര്യം ഇനിയും കൺഫേം ആയിട്ടില്ല. കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൈയൊഴിഞ്ഞ ലക്ഷണമാണ് എല്ലാവരോടും. ഒരുപാട് 10-40 മലയാളികളോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കരിപ്പൂരിൽ നിന്നും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ജോലിക്ക് കയറേണ്ട യാത്രക്കാർ പ്രതിസന്ധിയിലായി. മുംബൈയിൽ നിന്ന് 100-ലേറെയും ചെന്നൈയിൽ നിന്ന് 20-ലേറെയും സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 3 അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 4 സർവീസുകൾ തടസ്സപ്പെട്ടു. ഉജൈറ കണ്ണൂർ വിമാനം റദ്ദാക്കി. ദോഹ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കി. യാത്രയ്ക്ക് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കണമെന്നാണ് വിമാന കമ്പനിയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് 24. രാജ്യത്ത് ഇൻഡിഗോ സർവീസുകൾ മുടങ്ങിയതിന് പിന്നാലെ യാത്രക്കാർക്ക് ഇരട്ടി പ്രഹരമായി ടിക്കറ്റ് നിരക്കും കുതിച്ചുയർന്നു. ഇതോടെ ടിക്കറ്റ് റദ്ദായാൽ പകരം ടിക്കറ്റ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. കുത്തകവൽക്കരണത്തിന്റെ പരിണത ഫലമാണ് ഇൻഡിഗോ പ്രതിസന്ധിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇന്ന് 40,000-ന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അത് 30,000-നടുത്താണ്. നാളത്തേക്കാണെങ്കിൽ 25,000-ആണ് ഇപ്പോഴത്തെ നിരക്ക്. മുംബൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമെല്ലാം ഇത് തന്നെ അവസ്ഥ. തിരക്ക് കൂടിയതോടെ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ കൂട്ടി. दिक्कत बाहर काम करने आए, अभी क्या करेंगे, जो भी पगार सब चला गया टिकट का पीछे. अभी इमरजेंसी ट्रेन में जाएंगे तो हम लोग को 2 दिन जाता है. घर पे मर गया ना दादाजी, तो इसके लिए അനന്തമായി വിമാനം വൈകുമ്പോഴും യാത്രക്കാർക്ക് പ്രത്യേകം സൗകര്യങ്ങളൊന്നും നൽകാൻ ഇൻഡിഗോ തയ്യാറായിട്ടില്ല. ഇൻഡിഗോയുടെ കുത്തകവൽക്കരണമാണ് സ്ഥിതി മോശമാക്കിയതെന്നും സാധാരണക്കാരാണ് ഇതിന് വില നൽകേണ്ടി വന്നതെന്നും രാഹുൽ ഗാന്ധി. പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA നിർബന്ധമാക്കിയ വ്യവസ്ഥകളാണ് തിരിച്ചടിയായതെന്ന് ഇൻഡിഗോ ആവർത്തിക്കുന്നു. വേഗത്തിൽ എല്ലാം സാധാരണ നിലയിലാക്കണമെന്ന് DGCAയും ആവശ്യപ്പെട്ടു. 24 മുംബൈ. ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് രാജ്യത്തിന്റെ ഔദ്യോഗിക സ്വീകരണം. വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ റഷ്യ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യം, പ്രതിരോധം, വാണിജ്യം ഉൾപ്പെടെ 10-ലധികം കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച 2 ദിവസത്തെ സന്ദർശനത്തിനാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. രാഷ്ട്രപതി ഭവനിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ചേർന്ന് സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണർ നൽകി. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് റഷ്യൻ പ്രസിഡന്റ് ആദരമർപ്പിച്ചു. ശേഷം ഹൈദരാബാദ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ ഉക്രൈൻ വിഷയം ഉന്നയിച്ചു. ഒരുമിച്ച് ലോകത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്ന് പ്രധാനമന്ത്രി. कैसे सोचता है, कहां से शुरू करता है और संबंधों को कहां तक पहुंचा सकता है, इसका एक उत्तम उदाहरण भारत रशिया के संबंध है. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കും. ഇന്നലെ നടന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ അത്താഴ വിരുന്നിനിടെ റഷ്യൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഭഗവത്ഗീത സമ്മാനിച്ചു.
ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകുന്ന അത്താഴ വിരുന്നിലും പങ്കെടുത്താകും റഷ്യൻ പ്രസിഡന്റ് തിരികെ മടങ്ങുക. 24 ഡൽഹി. ഈ വർഷം 4ാമതും നിരക്കിളവ് പ്രഖ്യാപിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടിസ്ഥാന നിരക്ക് 0.5% കുറച്ചു. റിപ്പോ നിരക്ക് 5.25% കുറയും. ഇതോടെ നിരക്കധിഷ്ഠിത വായ്പകളുടെ പലിശ നിരക്കുകളിലും കുറവുണ്ടാകും. For the first time since the adoption of flexible inflation targeting, average headline inflation for a quarter at 1.7% in Q2 this year breached the lower tolerance threshold of 2% of our inflation target. രൂപയുടെ മൂല്യമിടിഞ്ഞത് പലിശ നിരക്ക് കുറയ്ക്കാൻ തടസ്സമാകുമോ എന്ന ചോദ്യം അപ്രസക്തമാക്കിയാണ് ധനനയ കമ്മിറ്റിയുടെ പ്രഖ്യാപനം വന്നത്. പോയ വർഷം രാജ്യം വളർച്ചാപാതയിലായിരുന്നെന്ന് വിലയിരുത്തിയ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര 0.5% നിരക്കിളവാണ് പ്രഖ്യാപിച്ചത്. വിലക്കയറ്റം കുറഞ്ഞതുൾപ്പെടെ അനുകൂല സാഹചര്യങ്ങൾ കണക്കാക്കിയാണ് അടിസ്ഥാന നിരക്ക് കുറച്ചതെന്നാണ് വിശദീകരണം. പ്രഖ്യാപനത്തോടെ നിരക്കധിഷ്ഠിത വായ്പകൾക്കെല്ലാം പലിശ കുറയും. ഭവന, വ്യക്തിഗത, വാഹന വായ്പകൾക്ക് പലിശ കുറവ് ബാധകമാകുന്നതോടെ പ്രതിമാസ തിരിച്ചടവും കുറയും. ഇത്തവണത്തേതുകൂടി കൂട്ടിയാൽ ഈ വർഷം 1.25% പലിശയിൽ വരുത്തിയ കുറവ്. വരുന്ന സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് പ്രവചനം 7.3% ഉയർത്തിയിട്ടുമുണ്ട്. മുൻപ് കണക്കാക്കിയിരുന്നത് 6.8%. പണപ്പെരുപ്പ് നിരക്ക് നേരത്തെ കണക്കാക്കിയിരുന്ന 2.6% നിന്ന് 2% കുറച്ചു. RBI തീരുമാനം ഉപഭോക്താക്കൾക്കും ഓഹരി വിപണിക്കും ഊർജ്ജം പകരുമെന്ന വിലയിരുത്തലിലാണ് സാമ്പത്തിക വിദഗ്ധർ. ബിസിനസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ട് കിട്ടാൻ നാടിന്റെ പാരമ്പര്യം കോൺഗ്രസ് പണയം വെക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം അനുഭവങ്ങളുടെ വെളിച്ചത്തിലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തിരിച്ചടിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെന്ന രാഷ്ട്രീയ ആരോപണമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ഹിന്ദുത്വവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഒരേ തൂവൽ പക്ഷികളെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി BJP ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ കൂടെ നിർത്താൻ കേരളത്തിൽ UDF ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായി പ്രാദേശിക സഖ്യം ഉണ്ടായിട്ടില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അതായത് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് കൊടുക്കാൻ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ MP ഗംഗാധരനും TK ഹംസയും മത്സരിച്ചപ്പോൾ MP ഗംഗാധരന് വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കുമെന്നും അവർ ആത്മഹത്യ ചെയ്തോ എന്നും പരിഹാസം. ഏത് പശ്ചാത്തലത്തിലായാലും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടൊന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഒരുപക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും മുഖ്യമന്ത്രി അത് പറഞ്ഞത്. കാരണം അവരും ജമാഅത്തുമായിട്ടൊക്കെ ബന്ധം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ CPM-ന്റെ പ്രധാന പ്രചാരണായുധം UDF ജമാഅത്ത് ഇസ്ലാമി സഖ്യമെന്ന ആരോപണമായിരിക്കുമെന്ന് വ്യക്തം. 24 കൊച്ചി.